2000 ആണ്ട് നവംബർ 15-നാണ് ഭാരതത്തിൽ ജാർഖണ്ഡ് എന്ന സംസ്ഥാനം നിലവിൽ വന്നത്. വെള്ളച്ചാട്ടങ്ങൾ, കുന്നുകൾ, പ്രത്യേകിച്ച് കൽക്കരി ഖനനത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. വനങ്ങളുടെ നാട് എന്നാണ് ജാർഖണ്ഡിനെ പറ്റി പറയുന്നത്. റാഞ്ചിയാണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനം. രണ്ടാമത്തെ നഗരമായ ബൊക്കോറോയിൽ നിന്നും 38 കിലോമീറ്റർ അകലെയുള്ള ദോറി മേഖലയിലാണ് പരിശുദ്ധ കന്യകാമാതാവിനെ പറ്റിയുള്ള ഒരു അത്ഭുതം കേൾക്കാനിടയായത്. തികച്ചും വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സംഭവം. അതാണ് ദോറി മാതാവിന്റെ കഥ. എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് വായിലൊരു തോക്കിട്ടിട്ട് പറഞ്ഞ് ഇപ്പം വെടിവെച്ച് കൊന്നു കളയും, ഇനി എവിടെയാണ് പൈസയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നു പറയാം. ജാർഖണ്ഡ് സ്റ്റേറ്റിലെ ബൊക്കാറോ. ഒരു മാതാവിനെ ഈ രൂപതയുടെ ഹസാരിബായ് രൂപതയുടെയും ജാർഖണ്ഡിൻ്റെ എല്ലാം മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നു. റാഞ്ചി, ബൊക്കോറോ, ധൻബാദ് എന്നീ സ്ഥലങ്ങൾ കറുത്തമുത്ത് എന്നറിയപ്പെടുന്ന കൽക്കരിയുടെ ഖനനത്തിനും ധാരാളം ഇരുമ്പുരുക്ക് വ്യവസായങ്ങളുടെയും കേന്ദ്രമാണ്. ബൊക്കോറോയിൽ നിന്നും 26 കിലോമീറ്റർ അകലെയാണ് ദോറി കൽക്കരി ഖനി. അവിടെ 1956 ജൂൺ 12-ാം തീയതി രൂപ സത്നാമി എന്ന ഖനിത്തൊഴിലാളി ഖനിക്കുള്ളിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത കാലം. ഏതു സമയത്തും അപകടങ്ങൾ നേരിടേണ്ടി വരുന്ന സാഹചര്യം, കൂരിരുട്ടും തണുപ്പും. അങ്ങനെ ജോലി ചെയ്തിരുന്ന അവസരത്തിൽ ഒരു സ്ത്രീ ശബ്ദം, മൃദുവായി വെട്ടുക, ഞാനിവിടെയുണ്ട്. ശരിക്കും ഭയന്നുപോയ അദ്ദേഹം മറ്റു തൊഴിലാളികളെ കൂട്ടിക്കൊണ്ടുവന്ന് കിണറൊന്നാകെ പരിശോധിച്ചു. കാരണം സ്ത്രീകൾക്ക് ഒരിക്കലും 100 അടിയോളം താഴ്ചയുള്ള കിണറുകളിൽ ജോലി ചെയ്യാൻ അനുവാദമില്ല, ജോലി ചെയ്യുകയുമില്ല. പിന്നെ ഒരു ഭൂതമാകാനുള്ള സാധ്യതയിലാണ് അദ്ദേഹം അടുത്തുള്ള തൊഴിലാളികളെ സഹായത്തിന് വിളിച്ചത്. ശബ്ദം കേട്ട ഭാഗത്ത് വെട്ടിയപ്പോൾ കൽക്കരിക്കൊപ്പം ഒരു പ്രതിമയും ലഭിച്ചു. പക്ഷേ രണ്ടാമത്തെ വെട്ടിന് പ്രതിമയുടെ ഒരു കൈ ഒടിഞ്ഞുപോയി. കിട്ടിയത് കറുത്ത ഒരു സ്ത്രീ രൂപത്തിലുള്ള ഒരു ശില്പം. തീർച്ചയായും അവരുടെ കഷ്ടകാലത്ത് അവരെ അനുഗ്രഹിക്കാനെത്തിയ കാളിദേവിയാണെന്ന് അവർ വിശ്വസിച്ചു. അവർ കാളിമയ്യ എന്നും ദുർഗാദേവിയെന്നുമൊക്കെ വിളിച്ച് ആരാധിച്ചു തുടങ്ങി. കോൾ ഇന്ത്യയുടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു മുറി വൃത്തിയാക്കി അവിടെ ദുർഗാമയ്യയെ പ്രതിഷ്ഠിച്ചു. ഭജനയും പാട്ടുമൊക്കെയായി ഏതാനും മാസം കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ആന്ധ്ര സ്വദേശിയായ ഒരു എഞ്ചിനീയർ അവിടെ സ്ഥലം മാറി വരികയും ഈ വാർത്തയറിഞ്ഞ് കാളിദേവിയെ സന്ദർശിക്കാൻ പോവുകയും ചെയ്തു. അപ്പോഴാണ് ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. ആ പ്രതിമയുടെ കയ്യിൽ ഒരു കുട്ടിയിരിക്കുന്നതായി കണ്ടു. ഹിന്ദു ദേവികളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു കാഴ്ച ഉണ്ടാകില്ല. ഇത് യേശുവിൻ്റെ അമ്മയായ കന്യകാമറിയമാണെന്ന് അവരോട് പറയുകയും പിന്നീട് ബൊക്കോറോ പള്ളി വികാരിക്ക് കൈമാറുകയുമാണുണ്ടായത്. അനേകം വർഷങ്ങൾ കൊണ്ട് ഭൂമിയിലുണ്ടാകുന്ന ഭൗമ പ്രതിഭാസം മൂലമാണ് കൽക്കരി ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള കൽക്കരി ഖനിയിൽ നിന്നുമാണ് ദൈവമാതാവിൻ്റെ ഈ പ്രതിമ ലഭിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബറിൽ ജപമാല മാസത്തിൻ്റെ അവസാന ശനിയും ഞായറുമാണ് ഇവിടുത്തെ തിരുനാൾ ആഘോഷം. അങ്ങനെയാണ് ഗുഡ്നസ് TV സംഘം ജാർഖണ്ഡിൽ ബൊക്കോറയ്ക്കടുത്തുള്ള ദോറിയിലെത്തുന്നത്. ജാർഖണ്ഡിനെ പറ്റി പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. റോഡിന്റെ ഇരുവശങ്ങളും വനങ്ങൾ, കൽക്കരി കൊണ്ടുപോകുന്ന വലിയ ട്രക്കുകൾ. ഇവിടുത്തെ മരത്തിന്റെ ഇലകൾക്ക് പച്ച നിറമല്ല, എല്ലാം കറുത്ത നിറമാണ്. ഒരു കാലത്ത് ഇവിടമൊക്കെ സജീവമായ ഖനികളായിരുന്നു. ഈ ഭാഗത്തു നിന്നുമാണ് മാതാവിന്റെ പ്രതിമ ലഭിച്ചത്. हमारे बगल में जो राइट साइड में जो माइंस है, ये धोरी माइंस है. इस माइंस से हमारे धोरी माता जो लाखों श्रद्धालुओं को प्रेरित करती है और उन्हें यहाँ पर शरण देती है, इस क्षेत्र में ही पाई गई है. ഉപേക്ഷിക്കപ്പെട്ട ഖനി ഉപകരണങ്ങളും ഓഫീസുമാണിത്. എന്നാൽ ഇവിടെ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് ദോറി മാതാവിനെക്കുറിച്ച് പറയാൻ 100 നാവാണ്. അസുഖങ്ങൾ വരുമ്പോൾ മാതാവിന്റെ അടുക്കൽ തിരികത്തിച്ച് പ്രാർത്ഥിച്ച് അസുഖം മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പ്രേതഭൂമി പോലെ തോന്നിക്കുന്ന പ്രദേശങ്ങൾ, ഇവിടെയും വലിയ ഗർത്തങ്ങൾ. പിന്നീട് പോയത് ദോറിയിൽ നിന്നും അല്പം അകലെയുള്ള ജറണ്ടി എന്ന സ്ഥലത്താണ്. 1983 വരെ ദോറി മാതാവിന്റെ രൂപം സൂക്ഷിച്ചിരുന്നത് ഇവിടെയായിരുന്നു.
കൽക്കരി ഖനികൾ അടുത്തുണ്ടായിരുന്നതുകൊണ്ടും ധാരാളം വലിയ ട്രക്കുകൾ തലങ്ങും വിലങ്ങും ഓടുന്നതുകൊണ്ടും ഒരിക്കലും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. आपका नाम क्या है? सीमा देवी। सीमा देवी, आप लोग यहाँ पर बगल में रहते हैं? जी, रहते इस हैं। चर्च में सबसे पहले मूर्ति यहीं पर जी यहीं पे 1983 ഇവിടുത്തെ തൊഴിലാളികളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹായത്താൽ നിർമ്മിച്ച ഈ കപ്പേളയിലാണ് ദോറി മാതാവിന്റെ രൂപം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. गोमिया साइड से है, गोमिया से आप आए हैं ना, यहाँ पर दुकान लगाने के लिए आए हैं। लगाने के लिए आया। ഇദ്ദേഹം ഒരു ബംഗാൾ സ്വദേശിയായ വ്യാപാരിയാണ്. ധാരാളം ആളുകൾ ഈ വരദായനിയുടെ അടുത്ത് പ്രാർത്ഥിക്കാനെത്തുന്നു. അതുകൊണ്ട് നല്ല വ്യാപാരവും ലഭിക്കുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. निकला था मोमबत्ती अगरबत्ती नारियल का यहाँ प्रसाद चढ़ता है। चलता है। തിരുനാൾ പ്രമാണിച്ച് റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം താൽക്കാലിക കടകൾ തുടങ്ങിയിരിക്കുന്നു. ഏതു തിരുനാളിനും ഉത്സവങ്ങൾക്കും കാണാറുള്ളതെല്ലാം ഇവിടെയും നമുക്ക് കാണാം. ഈ അമ്മ 20 വർഷം തുടർച്ചയായി ഇവിടെ വരുന്നു. 3-4 ദിവസങ്ങൾ താമസിച്ച് പ്രാർത്ഥിച്ചാണ് മടങ്ങാറുള്ളത്. 3 दिन रहते हैं यहाँ और जो भी प्रार्थना है मांग है हम लोग मांगते हैं और अपना ये करके चले जाते हैं. ജാർഖണ്ഡിൽ നിന്നുള്ളവർ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ഇവിടെ കുടുംബസമേതമെത്തുന്നു. ചോദിച്ചവർക്കെല്ലാം മാതാവ് അനുഗ്രഹിച്ചതിന്റെ കഥകളാണ് പറയാനുള്ളത്. बेटा का नौकरी हो गया, चलिए बहुत खुशी का बात है। अभी अगर मैं गिनूंगी तो मैं बहुत छोटे टाइम से आ रही हूँ, तो कम से कम 10-15 साल हो गया है यहाँ आते हुए। यहाँ आते धोरी माता की जय धोरी माता की जय। हैं? नहीं, हम दूसरी बार आए दूसरी हैं, बार अभी आए। ये लोग नया नया ये लोग नया पहली बार आए हैं। हमको हार्ट में प्रॉब्लम था, हम यहाँ ढोरी माता आए और वो हम ठीक हो गए। ठीक हो गए हैं, चलिए धन्यवाद। ധാരാളം ആളുകൾ ക്യൂവിൽ നിന്ന് അച്ചടക്കത്തോടെ മാതാവിന്റെ അടുത്തേക്ക് ഒരു നോക്ക് കാണുവാൻ, അവരുടെ വേദനകളും യാതനകളും സമർപ്പിക്കാൻ ഭക്തിപൂർവം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, ഇവർ ആരും ദോറിയിലോ ജറണ്ടിയിലോ സമീപ പ്രദേശങ്ങളിലുള്ളവരോ അല്ല. പരിസരം മറന്ന് പ്രാർത്ഥിക്കുന്നു. ഉപകാരസ്മരണകൾക്ക് നന്ദി അർപ്പിക്കുന്നു. ചിലർ വെള്ളി ആഭരണങ്ങൾ ധാരാളമായി സമർപ്പിക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ചില ആളുകൾ ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് പ്രാർത്ഥിച്ചാണ് മടങ്ങുന്നത്. ഇങ്ങനെ താമസിക്കുന്നവർക്ക് മാതാവിൽ നിന്നും മുൻപ് അനുഗ്രഹം ലഭിച്ചവർ നേർച്ചയായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. And this catering system goes on. At least 5,000 to 10,000 people eat food from here. क्यों करते हैं? ये हम लोग मन्नत करते हैं, आज से 10-12 साल से हम लोग को चल रहा है कंटिन्यू। और हम लोग के परिवार में भी माँ बहुत कुछ की है परिवार के लिए, और हम लोग को शादी ब्याह बच्चा जो भी है परिवार में बहुत कुछ किया। माँ का आशीर्वाद यीशु मसीह का प्रार्थना से, इसीलिए हम लोग ये बहुत साल से ये परिवार करते आ रहे हैं। जो लोग उनका नाम से आते हैं उन लोग भूखा नहीं रहे, उन लोग को खिला के, उन लोग को माँ का दर्शन अच्छा से करके और विनती करके उन लोग मनोकामना पूरा होने के लिए हम लोग प्रार्थना करके ये वाला खाना हम लोग को खिलाते हैं। हम लोग भी खिलाते हैं और भी लोग खिलाते हैं। തിരുനാൾ ദിനത്തിലെ ഭക്ഷണം ഈ രൂപതയിലെ ബിഷപ്പ് വെഞ്ചരിച്ച് നൽകുന്നു.
വളരെ ചിട്ടയോടെ ജനങ്ങൾ ഭക്ഷണം വാങ്ങി ഭക്ഷിച്ചു പോകുന്നു. हमारे धोरी माता के पीछे जो तीर्थालय है, तीर्थालय के जस्ट पीछे 10 मीटर लगभग दूरी पर ये माइंस है, जिसका चलते हम लोग धोरी माता को दामोदर नदी में ഈ ദേവാലയത്തിന് വളരെ അടുത്തുവരെ ഖനനം വന്നെത്തി നിൽക്കുന്നു. ഏതാനും മാസങ്ങൾ അല്ലെങ്കിൽ വർഷത്തിനുള്ളിൽ തന്നെ ഈ ദേവാലയവും ഇവിടെ പ്രവർത്തിക്കുന്ന സ്കൂളും വൈദികരുടെ താമസ സ്ഥലവും മറ്റനുബന്ധ പ്രവർത്തനങ്ങളുമെല്ലാം ഇവിടെ നിന്ന് പുതുതായി കണ്ടെത്തിയ ദാമോദർ നദിയുടെ തീരത്തെ സ്ഥലത്തേക്ക് മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. I am Father Michael Lakra. I came to Jarandi Dhori Mata Tirthalaya in the year 2017. And this is my 7th year over here as a parish priest. Since I came to Dhori Mata Tirthalaya Jarandi, I will tell about the history of Dhori Mata. Actually, Dhori Mata, that is a statue of Mother Mary. People over here, nobody calls that statue as Mother Mary, but Dhori Mata. Because from Jarandi, 12 kilometers away on the road to Bucharest city, the place name is Dhori, and in the same place the Dhori coal mines is there. So that coal mine is called Dhori. On 12th June 1956, when the coal workers, they were cutting the coal or working in the deep down in the earth, that is called underground mining. The same day when they were cutting the coal, among them, beside the group, one person named Rupa Satnami, he is from Chhattisgarh. The same person, when he was cutting the coal, he heard the voice telling him, be slow in cutting the coal, because I am here. This words or this voice was a unique one. The person was wondering because no female are allowed to go deep down in the earth, in the underground mining. So he was very much surprised. What kind of voice this is? This is a voice of female, and no female are allowed to go inside. And she is telling me, be slow in cutting because I am here. He was wondering. He was looking all around. He saw no one. He could not understand what that means. So he cut the coal with a spike, and as soon as he hit the coal with a spike, this statue came out. One side coal, one side statue. Then he saw the differences between coal and the statue. So he picked up the statue and wiped away with his wearing clothes. Then he saw this is not a coal, but this is a Devi. As soon as he recognized that this is a Devi, he started kissing and embracing. And with joy, thrilled, and he was very happy. With that moment, he was so happy, kissing and embracing. He took out that statue outside the mines. And the news spread all over like within no time that Devi is found in Dhori mines. The news spread all over. As soon as this news heard and spread, from that day onwards, people came for darshan, puja pat, bhajan and kirtan. So this statue is found in the coal mines of Dhori. So the statue is called Dhori Mata. Now what happened? When he brought out up all the people coming all around and worshipping, bhajan kirtan
all darshan was going on, and now where to keep this statue? There was no place, so that statue was kept in the office of Dhori. And people came from all around every day in a huge number for puja, path, bhajan, kirtan and darshan in that office where Dhori, when the Devi was kept. Now they kept the name Devi, but later on, after some times, because she is black, so they kept her name Kali Maiya. So that statue was worshipped in the name of Devi and Kali Maiya. But for a year, they continued worshipping darshan, bhajan kirtan and puja path in the name of Dhori and in the name of Devi and Kali Maiya. But slowly, when they were worshipping and all bhajan kirtan was going on, they saw that in the life there is one small baby. So they were thinking, they had a doubt, why this Devi or this Kali Maiya is bearing one child in the life? Why there is a child there? There was a doubt. All the Hindu brethren, when they were worshipping puja path, bhajan kirtan and darshan were doing, they had a doubt. Why this is like that? She's keeping one child. Because in Hindu religion, no Devi has a baby in the life. No Devi has got. But why this statue, this Devi or this Kali Maiya is having one baby? They had a doubt. But they continued worshipping bhajan kirtan, all darshan. For 1 year they worshipped. Then at that time in this area, many South Indians were there, especially from Tamil Nadu. And those who were Catholics or Christians, they had a devotion to Mother Mary. And among them, there was one Catholic officer in the coal mines. And seeing the whole crowd going every day for worship, he also one day went there and saw. As soon as he entered the office where Dhori Mata, that statue was kept, as soon as he saw, he recognized she is neither Devi nor Kali Maiya. It is a statue of Mother Mary. This belongs to Christians, Catholics, and the Mother Mary is a mother of Jesus Christ. And the baby she is bearing, that baby is Jesus Christ, baby Jesus Christ. This is what he told the committee. Since they were doubting about this statue, that doubt somewhat cleared up. When it was clear that it is okay, this belongs to Catholic Christians, then they planned to hand over to the Christians. They were planning, okay, we'll hand over to the Christians. It may be of the statues may be of Christians. They really the Hindu brethren, they thought that we'll hand over to the Christians. They were very good. 1 year they worshipped, but they wanted to hand over to the Christians. When this idea came, then again to the same person, Rupa Satnami, in his hand when Dhori Mata was found, again this statue told that person, give me a place or give me a house. Give me a place or build a house for me. This is what the statue told to Rupa Satnami, the one who found the statue. When he heard this one, that person was very innocent. He could not understand what this means. So, whatever the message, the voice he heard from that Devi or the Kali Maiya, she explained to the people. Of course, Hindu brethren, they could not understand, but as soon as the Christians heard of it, especially the Catholics, when they heard of it, they understood that this statue of Mother Mary, needs one church or a grotto. So,
all the Christians and the Hindu brethren, they planned it one day to hand over to the Christians. And before handing over to the Christians, when they heard it that she needs one church or one grotto, before that they built one small church just beside the road. Beside the road, they built the church. In that same church, the prayers, darshan and mass was going on since long like that. Then, since it was just beside the road, it was not very comfortable, inconvenience because of dust, full of dust and the vehicles running about. So, in 1983, when this shrine was built and completed, then the Dhori Mata was shifted to the new shrine. And now still she is there. The original Dhori Mata is kept in the new shrine. Now, this year, we are celebrating 67th year of Dhori Mata feast. Since so many years. Now the speciality of Dhori Mata is this. This Dhori Mata, statue of Mother Mary, Jesus' mother and our mother, belongs to everyone. No caste, no religion. She belongs to everyone and everyone calls she is our mother. Jai Ishu. I, Christopher Gaikwad, from Dhori Mata Parish, have been a parishioner in this place for more than 50 years. Another incident that I would like to share as a witness was during one of the annual feasts. There was a child, a handicapped child, who had not walked from his childhood, and the parents had come with the conviction and faith that Dhori Mata will be giving healing and relief to that little child. And let me tell you with conviction and all glory to Jesus and Dhori Mata, the little child, after the mass was over, the little child was brought to the altar by the mother, and the little boy walked on the altar without support. First of all, good afternoon to all the people who are watching this channel, and I welcome you all to the feast of Dhori Mata. I am the Bishop of Hazaribagh, and Dhori Mata Shrine is the diocesan shrine. Goodness News channel, I would like to also request and also pray that Dhori Mata Shrine will be shifted within maybe a few months or few years, and already the location is identified. It is with the collaboration of CCL India. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടക്കേണ്ട പ്രദക്ഷിണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയിൽ നടക്കുന്നു. സ്കൂൾ സ്കൗട്ട്, സ്റ്റേറ്റ് പോലീസ് എന്നിവരുടെയും സേവനങ്ങൾ ഈ കാര്യത്തിന് ലഭിക്കുന്നുണ്ട്. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഒരു പ്രദക്ഷിണമാണ് നടക്കുന്നത്. പ്രദക്ഷിണത്തിലുടനീളം ബഹുമാനപ്പെട്ട വൈദികരോടൊപ്പം ബിഷപ്പ് ആനന്ദ് ജോജോയും പങ്കെടുത്തു. ധാരാളം ആളുകൾ മാതാവിന്റെ ഒരു ഫോട്ടോ എടുക്കാൻ കാണിക്കുന്ന ആവേശം കണ്ടാൽ മനസ്സിലാകും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ ധോറി മാതാവ് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരിക്കുന്നുവെന്ന്.
ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, മിഠായി കടകളൊക്കെ തിരുനാൾ പ്രമാണിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ദോറി മാതാവിൻ്റെ തിരുനാൾ നാടിൻ്റെ ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ്. പ്രദക്ഷിണം എത്തിച്ചേരുന്നത് വിശാലമായി കെട്ടിയുണ്ടാക്കിയ പന്തലിലേക്കാണ്. അവിടെയും ധാരാളം ആളുകൾ സ്ഥലം പിടിച്ചിരിക്കുന്നു. ഗ്രാമീണരുടെ എല്ലാ കലകളും നൃത്തനൃത്താദികളും മാതാവിന് കാഴ്ചവെച്ചാണ് അവർ പ്രധാന സ്ഥലത്തേക്ക് മാതാവിനെ എതിരേൽക്കുന്നത്. തുടർന്ന് പരിശുദ്ധ കുർബാനയായിരുന്നു. എൻ്റെ പേര് ഫാദർ ജോർജ് ചിറ്റടിയിൽ നിന്നാണ്. ഞാൻ ഹസാരിബ രൂപതയിൽ സേവനം ചെയ്യുന്ന അച്ഛനാണ്. 1993 മുതൽ 1998 വരെ ഞാൻ ഡോരിമാത തീർത്ഥാലയ പള്ളിയിലെ വികാരിച്ചനായിരുന്നു. അക്കാലത്തുണ്ടായ ഒരു സംഭവമാണ്, ഒരു രാത്രി കൊള്ളക്കാർ വന്ന് പള്ളി ആക്രമിച്ചു, അച്ഛന്മാരുടെ പള്ളിമുറി ആക്രമിച്ചു. എന്നിട്ട് ജനലിൻ്റെ ഗ്രില്ല് കണ്ടിച്ച് കൊള്ളക്കാരകത്ത് കയറി ഉറങ്ങിക്കിടന്ന എന്നെ അവർ പിടിച്ചേൽപ്പിച്ച് എൻ്റെ കൈയും കാലും കെട്ടി. എന്നിട്ട് എന്നോട് ചോദിച്ചു വീട്ടിൽ എന്തൊക്കെയുണ്ട്, സാധനങ്ങളെ എല്ലാം എടുത്തതാ, എല്ലാ മുറികളും കൊണ്ടു നടന്ന് കാണിച്ച് അവർ പറ്റുന്ന എല്ലാ സാധനങ്ങളും പെറുക്കി എടുത്തു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് എന്നെ ഡൈനിങ് റൂമിൽ കൊണ്ട് നിലത്തിരുത്തിയിട്ട് എൻ്റെ കൈയും കാലും കെട്ടിയിട്ട് വായിലൊരു തോക്കിട്ടിട്ട് പറഞ്ഞ് ഇപ്പം വെടിവെച്ച് കൊന്നു കളയും, ഇനി എവിടെയാണ് പൈസയൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നത് പറയാം. ഞാൻ പറഞ്ഞു ഒളിച്ചു വെച്ചിട്ടില്ല, ഇത് നമ്മുടെ വീടല്ലേ, എവിടെയാണ് ഒളിച്ചു വെക്കുന്നത്? കുറേ തെറിയെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ചോദിച്ചിട്ട് ഇവനൊന്നും പറയുന്നില്ല, ഇവനെ നമുക്ക് എടുത്തുകൊണ്ട് പോകാമെന്നും പറഞ്ഞ് 2 പേരെൻ്റെ കൈക്ക് പിടിച്ച് പൊക്കി, 2 പേര് കാലിന്, അങ്ങനെ ഇവരെന്നെ പൊക്കി എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പം പള്ളിയുടെ തൊട്ട് താഴെ ഒരു വലിയ കുളമുണ്ട്. ഞാനോർത്ത് അവരെന്നെ കുളത്തിൽ കൊണ്ട് തട്ടുവെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു ഡോരിമാതാവേ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചു. കാരണം ആരും രക്ഷപ്പെടുത്താനില്ല, 2 മണി രാത്രി സമയം. ഉടനെ പെട്ടെന്ന് എൻ്റെ അങ്ങ് ബോധം മറിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ആകാശത്തിൽ കൂടെ ഒരു പക്ഷി പോലെ പറന്ന് നടക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നി. ഒരു കനമൊന്നുമില്ല, അങ്ങനെ പറന്നു പോകുന്ന പോലെ ഒരു നല്ല ഫീലിംഗ് അങ്ങ് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകാമെന്ന്. ഉടനെ ഞാൻ പറഞ്ഞു ഡോരിമാതാവെ എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ മനസ്സിലങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ ഒരു എണ്ണ പോലെ അങ്ങ് ഒഴുകാൻ തുടങ്ങി. മേലെല്ലാം അങ്ങ് തെന്നിപ്പോയി. ഇവർ 2-3 പേര് കൂടി പിടിച്ച് പൊക്കുമ്പോൾ തെന്നി താഴോട്ട് വീഴുക, പിന്നെ അവർ പൊക്കി എടുക്കുമ്പോൾ പിന്നെ തെന്നി താഴോട്ട് പോവുക. അവസാനം അവർ പറഞ്ഞു ഇവനെ ഇവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. കഴിഞ്ഞ് അവരെന്നെ നിലത്തിട്ടിട്ട് അവർ മേശയിൽ എൻ്റെ കാല് കെട്ടിയിട്ടു. എന്നിട്ട് അവർ പോയി, സ്ഥലം വിട്ടു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണ്, വായിലും തുണിയൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മിണ്ടാൻ പറ്റി ശ്വാസം വിടത്തില്ലായിരുന്നുകൊണ്ട് ഞാൻ എന്നിങ്ങനെ സ്വരം വെച്ചപ്പോൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ തല വെച്ച് എൻ്റെ ഈ ഭക്ഷണം പാകം ചെയ്യുന്നൊരു പയ്യനുണ്ടായിരുന്നു. പുള്ളിയെ അവിടെ കൊണ്ടൊക്കെ കിടത്തിയിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഈ കണ്ണിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ അഴിച്ചു. എന്നിട്ട് ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് കാലിലെയും കയ്യിലെയും തുണിയൊക്കെ അഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഒരു വടിയൊക്കെ എടുത്തുകൊണ്ട് ഓടി ഇവരുടെ പുറകെ. ഉടനെ കുക്കനോട് പറഞ്ഞ് അച്ഛാ പുറകെ ഓടരുത്, അവർ വെടിവെക്കും.
പിന്നെ ഞങ്ങൾ പോയില്ല, തിരിച്ചു വന്നു. ഏതായാലും ഇതാണ്, ഞാൻ ധോരിമാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ധോരിമാതാവ് അത്ഭുതം ചെയ്തു. എന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വലിയ സന്തോഷമാണ് എനിക്ക്. ധോരിമാതാവിന് നന്ദി. അതായത് ഞാൻ ഇവിടെ ഈ പള്ളിക്കൽ വികാരിച്ചനായിരിക്കുന്ന കാലത്ത് പല മതക്കാരും, നമ്മുടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദുക്കളും പലരും വന്ന് അച്ഛൻ്റെ അടുത്ത് അനുഗ്രഹങ്ങൾ വാങ്ങിക്കാനും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അച്ഛാ ഞങ്ങൾക്ക് പിള്ളേരില്ല, കല്യാണം കഴിച്ച് ഇത്രയും വർഷങ്ങളായി കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് ഒത്തിരി ദുഃഖമാണ്, അച്ഛനും ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ ധോരിമാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിക്കുക, മാതാവ് എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നതാണല്ലോ എന്ന് പറയേ. അങ്ങനെ പലരുടെ അനുഭവങ്ങൾ പിന്നീട് അവർ പള്ളിക്കൽ ക്രിസ്ത്യാനികളും മാത്രമല്ല മറ്റുള്ള മതസ്ഥരും വന്ന് കുർബാന ചെല്ലാനായിട്ട് അവർ ഇൻറ്റൻഷൻ എഴുതി തരുവേ, കുർബാന ചെല്ലാനായിട്ട് ഇന്ന കാര്യത്തിന് നന്ദിയായിട്ട് കുർബാന ചെല്ലിക്കണമെന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ എന്താണ് പറയും, ഞങ്ങൾക്ക് ധോരിമാതാവിനോട് പ്രാർത്ഥിച്ചു, കുട്ടികളുണ്ടായി, അതിലുള്ള സന്തോഷത്തിന് ഞങ്ങൾ മാതാവിന് നന്ദി പറയാൻ കുർബാന ചെല്ലിക്കണം. ഹിന്ദുക്കൾ പോലും ചെയ്യാൻ. ഒരിക്കലൊരു സംഭവം എനിക്ക് വളരെ ടച്ച് ചെയ്താണ്. ഒരു കുടുംബത്തിൽ കല്യാണം നടക്കാൻ പോവുകയായിരുന്നു. അപ്പോൾ കല്യാണക്കുറി അടിച്ച് ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചിട്ട് വേറെ ആർക്കും കൊടുക്കുന്നതിന് മുമ്പ് ആ വീട്ടുകാർ ധോരിമാതാവിൻ്റെ പള്ളി വന്ന് മാതാവിനെ വെച്ചിരിക്കുന്ന ആ പീഠത്തിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇൻവിറ്റേഷൻ വെച്ചു. എന്നിട്ട് അവർ കൈകൂപ്പി, മാതാവേ ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കാൻ പോകുന്നു, സഹായിക്കണേ, അവിടെ ഉണ്ടായിരിക്കണം കേട്ടോ, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി. അപ്പോൾ അവരുടെ ആ വിശ്വാസമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. തിരുനാളിനോടനുബന്ധിച്ച് ജറന്തി സ്റ്റേഷനിൽ എല്ലാ എക്സ്പ്രസ് ട്രെയിനുകളും നിർത്തും. ധാരാളം തീർത്ഥാടകർ ട്രെയിനിലും എത്തുന്നുണ്ട്. ഇവിടമൊക്കെ ഒരു കാലത്ത് കൽക്കരി ഖനിയായിരുന്നു. മറ്റു സ്ഥലങ്ങളിൽ പുതുതായി ഖനനം തുടങ്ങുമ്പോൾ ആ മേൽമണ്ണ് ഇവിടെയിട്ട് കുഴികൾ നിറയ്ക്കുന്നു. ഇവിടെ എവിടെ നോക്കിയാലും കൽക്കരിയുടെ സുഗമമായ പോക്കുവരവിന് ധാരാളം റെയിൽ ലൈനുകൾ കാണാം. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് വളരെ കൂടുതലാണ്. ദേവാലയത്തിൽ ധാരാളം ആളുകൾ മാതാവിനെ ഒരു നോക്ക് കാണുവാനും അപേക്ഷ സമർപ്പിക്കാനുമായി കാത്തുനിൽക്കുന്നു. ധോറി മാതാവിനെ വണങ്ങിയതിനു ശേഷവും ദേവാലയത്തിനുള്ളിൽ ആളുകൾ പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും ഇവരുടെ വിശ്വാസ തീക്ഷ്ണത നാം കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ്. തിരുനാളിന് ശേഷം ഈ പീഠത്തിലാണ് തിരുസ്വരൂപം സൂക്ഷിക്കുക. ഇവിടെ കുർബാനയ്ക്ക് മുൻപ് ചില പ്രാദേശിക ചടങ്ങുകൾ നടക്കാറുണ്ട്. 10 മണിക്കുള്ള തിരുനാൾ കുർബാനയ്ക്ക് ശേഷമാണ് തിരുനാൾ അവസാനിക്കുന്നത്. എല്ലാരിലും സന്തോഷമാണ് പ്രകടമായി കാണുന്നത്. ഇവിടെ വരുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് മാതാവിൻ്റെ കരുണയൊന്നു മാത്രം. मेरी